മുംബൈയിൽ വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപമാണ് അപകടം. ബോട്ട് മുങ്ങി ഒരു ആൾ മരിച്ചു. 85 യാത്രക്കാരാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത്. 80 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. എലഫന്റ് ഐലൻഡിലേക്ക് പോയ ബോട്ടിലേക്ക് മറ്റൊരു ബോട്ട് വന്നിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ബാക്കിയുള്ളവർക്കായി തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, 80 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 85 പേരുണ്ടായിരുന്നു, ഒരാൾ മരിച്ചു എന്ന വിവരം. ഇനി ഈ ബാക്കിയുള്ളവർക്കായുള്ള രക്ഷാദൗത്യം അതെങ്ങനെയാണ്? രാത്രിയൊക്കെ ആയി, സമയം വെളിച്ചം പോയിട്ടുണ്ടാകും. എങ്ങനെയാണ് ഇനിയിപ്പോഴുള്ള മുന്നോട്ടുള്ള രക്ഷാദൗത്യം? ആര്യ, 5 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വലിയ രക്ഷാദൗത്യം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നാവികസേനയുടെ 11 ബോട്ടുകളുണ്ട്. ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ബോട്ട്, അതുപോലെ തന്നെ മറൈൻ പോലീസിന്റെ 3 ബോട്ടുകളുണ്ട്. സമീപത്ത് തന്നെയുള്ള മറ്റ് മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യബന്ധന ജീവനക്കാരും എല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ മരണമാണ് ഇതുവരെയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്, കണ്ടെത്തിയിട്ടില്ല. 5 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ മൃതശരീരം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ 79 പേരെ ഈ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ എന്തായാലും മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ തന്നെ മുംബൈ പോലീസ് അധികൃതരും എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളവരിൽ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുന്നത്. മറ്റുള്ളവർക്ക് വലിയ സാരമായിട്ടുള്ള പരിക്കുകളില്ല. അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം കൂടിയാണ് അവിടുന്ന് പോലീസും മറ്റ് അധികൃതരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യം. ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്. ഏകദേശം 3:45, 3:50 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടാവുന്നത്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആ തീരത്തിന് സമീപത്ത് നിന്നും പുറപ്പെട്ട ഫെറി എലിഫന്റ ദ്വീപ് ലക്ഷ്യമാക്കി പോവുകയായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു ചെറിയ ബോട്ട് വന്നിട്ട് ഈ ഫെറിയുടെ മുൻഭാഗത്ത് വന്ന് ഇടിക്കുന്നത്. അങ്ങനെയാണ് ഈ ഫെറി കൂടി തകർന്ന് അത് മുങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ ബോട്ടിന്റെ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ ഈ അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് അവിടെയുള്ള പോലീസും മറ്റ് അധികാരികളും എല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നാവികസേനയും കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർ അവിടേക്ക് എത്തി. പെട്ടെന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തന്നെയാണ് ഇത്രയും വലിയ അധികം ആളുകളെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിച്ചത്. കാരണം കടലാണ്, ആളുകൾ മുങ്ങുന്ന സമയത്ത് വലിയ അപകടം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാക്കി 79-80 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു ആശുപത്രിയിൽ. 5 പേരെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചത്. ശരി അർജുൻ.